രുദ്രാക്ഷ കവചങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെപ്പോഴും ഈ കൺവേർ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാധാദോഷങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരാതിരിക്കാനായിട്ട് ധരിക്കുന്നതാണോ ഈ രുദ്രാക്ഷ കവചങ്ങൾ എന്ന് പറയുന്നത്? രുദ്രാക്ഷ കവചങ്ങൾ ശരിക്ക് ഓരോ ആളുടെയും വിഷയങ്ങൾ നമ്മൾ പഠിച്ചതിന് ശേഷം ആ ആൾക്ക് ഏത് ഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ നിയമമായിട്ട് വച്ചേക്കുന്ന ചില സംഗതികളുണ്ട്. ഇന്നതിന് ഇന്നതുപോലെ ഇന്ന ഗ്രഹത്തിന് ഇന്ന രുദ്രാക്ഷം നിയമമുണ്ടല്ലോ. ഓരോ സൂര്യന് മുതൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ അങ്ങനെ ഓരോന്നിനും ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ രുദ്രാക്ഷമാണ്. ഓരോ ദേവതകൾക്കും ഓരോ രുദ്രാക്ഷവും ഉണ്ട്. അപ്പോൾ അതിൽ ഈ ആളുടെ കേസ് പഠിച്ചിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി എടുക്കുന്നത് സ്ഥിരമായിട്ട് ഈസി ആയിട്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ വേഗം എടുത്തു കൊടുക്കാവുന്ന സംഗതികളെയാണ് നമ്മൾ കോമ്പിനേഷൻ രുദ്രാക്ഷം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി തന്നെ വെച്ചിട്ടുണ്ട് ചിലത്. അതിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ മോഡൽ എക്സാം കഴിഞ്ഞിട്ടും തോറ്റു പോവോ, ഇത് ജയിക്കുമോ പോലും എന്നൊരു സംശയത്തിലെത്തി നിൽക്കുന്ന ഒരു കുട്ടി ഒരുപാട് പേരുണ്ട്. ഒരു കുട്ടീന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരുപാട് പേരുടെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് നമ്മൾ ഇനി വേറെ അവരുടെ പദ്ധതി ഒന്നും പരിശോധിക്കുകയേ വേണ്ട. 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്, 15 വയസ്സായിട്ടുള്ളൂ. അതിന് വേറെ വലിയ ഗ്രഹണമായിട്ടുള്ള ചിന്തയൊന്നും വേണ്ട, വിദ്യാകവചം കൊടുത്തു വിട്ടാൽ മതി. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അങ്ങനെ വരുമ്പോൾ വിദ്യാകവചം എന്ന് പറഞ്ഞൊരു സാധനം വന്നു. അതെങ്ങനെ വിദ്യാകവചം എന്ന് പറയുമ്പോൾ ഇത്ര മുഖമുള്ള രുദ്രാക്ഷം? അത് റെഗുലറാണ്. മൂന്ന് രുദ്രാക്ഷങ്ങളാണ്. അതിൽ 4, 5, 6, 3 രുദ്രാക്ഷങ്ങൾ. അത് വലിയ കറക്റ്റായിട്ട് യുക്തിയുള്ള സാധനമാണ്. ആ രുദ്രാക്ഷം നമുക്ക് കൊടുത്താൽ മതി. ഇനി അതിനേക്കാൾ കുഞ്ഞു കുട്ടിയാണെന്ന് വെച്ചോ, വലിയ 10ാം ക്ലാസ് ഒന്നും അല്ല, അത് ടീനേജിലും താഴെയാണ്. അപ്പോൾ അതൊരു സിംഗിൾ രുദ്രാക്ഷം കൊടുത്താൽ മതി. 4 മുഖം മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണമൊന്നും അവരെ ധരിപ്പിക്കരുത്. അവർക്കത് കുഞ്ഞു കൊച്ചാണ്, അത് പഠിച്ച് വരട്ടെ, എനർജി പിടിച്ച് കയറി വരട്ടെ. അതൊരു ടീനേജ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് വിദ്യാകവചം പൂർണ്ണമാക്കി കൊടുക്കും. അതിന് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പോകാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷനോ അതുപോലെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകാൻ പോകുന്ന ആൾ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ വീണ്ടും ഒരു രുദ്രാക്ഷം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ പലരും ഇപ്പോഴത്തെ കാലത്ത് വലിയ പ്രഷറുണ്ട് കുട്ടികളുടെ മേലും. നീ ഈ കോഴ്സ് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നു, മറ്റേ കോഴ്സ് ചെയ്താലാണ് നല്ലതെന്ന് അമ്മ പറയുന്നു. കുട്ടിക്ക് ഇനി 3ാമതൊരു കോഴ്സിനാണ് താല്പര്യം. ഈ 3 കോഴ്സിനും അഡ്മിഷൻ കിട്ടാണ്ട് പോകണം, കിട്ടിയതിന് പോയി അഡ്ജസ്റ്റ് ആവേണ്ടി വരണം. അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ അധിക കാലം കൊണ്ടു നടക്കാൻ പറ്റാണ്ടായി പോകണം. കുട്ടികൾ ഡ്രോപ്പ് ചെയ്യണം, വേറെ കോഴ്സിലേക്ക് മാറാൻ പറ്റുമെന്ന് നോക്കണം. ഇങ്ങനെ ഒരു സ്റ്റേബിൾ അല്ലാതെ കളിക്കുന്ന ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇഷ്ടംമാതിരി കാണുന്നുണ്ടല്ലോ. ഈ വിഷമം മാറി കിട്ടും, ഈ സ്റ്റേബിളായി കിട്ടും. അവരേതാണോ കോഴ്സ് എടുത്തത് ആ കോഴ്സിൽ അവർക്ക് റെഗുലറായിട്ട് പോകാനും അത് തന്നെ കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് വിജയിച്ച് വരാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം പ്രവർത്തിപ്പിക്കാനായിട്ട്. ഭാഗ്യമല്ല, ഇതൊരു തടസ്സത്തിനെതിരെ നിൽക്കുന്ന ശത്രുത്തിന് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ശത്രുവാണ് ഇത് എനിക്ക് വേണ്ടാന്ന് തോന്നുന്നത്. നമ്മുടെ ദമ്പം, ദർപ്പം, അഹങ്കാരം ആദിയായ കാരണങ്ങൾ കൊണ്ടാണ് ഈ കോഴ്സിന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ പോയി ചേർന്നതാണ്. വേണ്ടാന്ന് വെക്കണമെന്ന് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതൊരു ഈഗോൻ്റെ വിഷയമാണ്. ആ ഈഗോ മാറി നമ്മളെ സെൽഫായിട്ട് ക്ലെൻസിങ് നടത്തി അങ്ങനെ ആ 8 മുഖ രുദ്രാക്ഷ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിവിദ്യാകവചമായി. അതുപോലെ കർമ്മകവചം എന്ന് പറയുന്ന സാധനമുണ്ട്. എത്രയോ പേർക്കാണ് നമ്മൾ കർമ്മകവചം കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കർമ്മകവചമാണ്. അത് ജോലി ഉണ്ട്, പക്ഷേ എനിക്ക് 1 മാസം 1.5 മാസത്തേക്ക് ഈ ജോലി കിട്ടുള്ളൂ. അതിനു മുമ്പ് അത് 2 or 3 മാസം എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് എനിക്ക് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഞാൻ ഇറങ്ങേണ്ട താമസമുള്ളൂ. എനിക്ക് വേറെ ജോലി ഇവിടെ 2 റെഡിയാണ്, ഇഷ്ടമുള്ളതൊന്ന് ഞാൻ ചൂസ് ചെയ്തു. അവിടെയും ഇതാണ് കഥ. എനിക്ക് 1.5-2 മാസത്തിൽ കൂടുതൽ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റണില്ല. എനിക്ക് ജോലി കിട്ടുന്നതിന് ഒരു പ്രശ്നമില്ല. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. 1 കൊല്ലത്തിൽ തന്നെ 2-3 ജോലി മാറുന്നു. ആ ആളെന്നെ വീണ്ടും കാണാൻ വന്നത് ഒരാൾ ഒരു 8 വർഷത്തിന് ശേഷം എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, സാർ ഞാൻ ഇപ്പം എനിക്ക് അത് ധരിച്ചതിന് ശേഷം എനിക്ക് ആ പ്രശ്നമില്ല. അന്ന് ചെയ്തിരുന്ന കമ്പനിയിൽ ഞാൻ ദീർഘകാലം നിന്നു. അത് കഴിഞ്ഞ് ബെറ്റർ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി. അതിനിടയിൽ എനിക്ക് സാറെ നോക്കിയപ്പോൾ അന്ന് കുട്ടികളില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ എനിക്ക് കുട്ടിയായി, 2 കുട്ടികളായി. ആ കാര്യവും ഞങ്ങളുടെ വളരെ ബ്ലോക്കായിട്ട് നിന്നിരുന്നതാണ്. അതിനെന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. അതൊന്നും ചെയ്യേണ്ടി വന്നില്ല. നമുക്കത് കുട്ടികളായി. ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് വെറുതെ ഇങ്ങനെ ഭംഗിയായിട്ട് പോണു. നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്ന് സാറിനെ ഒന്ന് കണ്ടേക്കാന്ന് കരുതിയിട്ട് വരുവാണ് എന്ന് പറഞ്ഞ് വന്ന് കണ്ട് അവർ പോയി. അപ്പോൾ ഇങ്ങനെ എത്ര തരത്തിലുള്ള അപ്പോൾ വിദ്യയ്ക്കുള്ള വിദ്യാകവചമുണ്ട്, അതിവിദ്യാകവചമുണ്ട്,
കർമ്മകവചമുണ്ട്. കർമ്മകവചം നമുക്ക് ജോലി കിട്ടാത്ത ആൾക്കാർക്ക്, ജോലി കിട്ടുകയില്ലാന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്ക്, കിട്ടിയിട്ടും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക്, അതുപോലെ ചെയ്യുന്നുണ്ട് ജോലി, കോൺട്രാക്ടറാണ് ഞാൻ, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പൈസ കിട്ടില്ല, നഷ്ടം തന്നെ നഷ്ടം, അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ തന്നെ അതിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, നല്ല റേറ്റിനാണ് എനിക്ക് കിട്ടിയേക്കുന്നത്, പക്ഷേ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഡിലേ ആയി പോകും. ഡിലേ ആയതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നു പോകും, അങ്ങനെ കരുതുന്നവരുണ്ട്. അങ്ങനെ ഒരു തൊഴിലിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണല്ലോ. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത് എൻ്റെ തൊഴിലാളികൾ എന്നോട് കൂടെ നിൽക്കണില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവരെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ല. ലീഡർഷിപ്പ് പവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർമ്മകവചം. ഈ ആൾ സൂര്യനെ പോലെ ഒരു സ്ഥലത്ത് നിന്നാൽ മതി, അദ്ദേഹത്തിന് ചുറ്റും കറങ്ങുന്ന, സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളെ പോലെ ഇയാളുടെ പണിക്കാർ മുഴുവനും ഇയാൾക്ക് വേണ്ടിയിട്ട് വളരെ വെൽ മാനേജറായിട്ട്, വെൽ ഓർഗനൈസ്ഡായിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ നമുക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റും. നല്ല സമ്പത്ത് വർദ്ധിക്കാനുള്ള കവചമുണ്ടോ? ഇത് തന്നെ, ഈ സാധനം തന്നെ മതി സമ്പത്ത് വർദ്ധിക്കാനായിട്ടും കൂടി. ഒരു കർമ്മകവചം തന്നെ നമുക്ക് സമ്പത്ത് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാം. പക്ഷേ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള കവചം ഒന്ന് വേറെയുണ്ട്, 14 മുഖവും ചേർന്ന്, പ്രധാനമായിട്ട് 14 മുഖം ചേർന്ന കവചം നമുക്ക് ആധ്യാത്മിക ആചാര്യന്മാർക്ക് കൊടുക്കാവുന്നതാണ്, ജ്യോതിഷന്മാരായിട്ടുള്ള അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്, വലിയ വലിയ യോഗികളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്, മഠാധിപതിമാരിൽ പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ, വലിയ ഓർഗനൈസിങ് ചെയ്യുന്ന ആൾക്കാർ. ഇതിൻ്റെ നേരെ വിപരീതം, നേരെ സ്പെക്കുലേഷൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതുമാണ്. അവർക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാവണം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന തരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, പണം പലിശയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഷെയർ ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പൈസ അവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാത്ത തരത്തിൽ, തീരുമാനങ്ങൾ തെറ്റിപ്പോകാത്ത തരത്തിലുള്ള ശക്തി പകരാൻ വേണ്ടിയിട്ട്. അതുപോലെ മോഹിനി കവചമുണ്ട്. മോഹിനി കവചം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ, വിവാഹ തടസ്സമുള്ള ആളുകൾക്ക് നമുക്ക് മോഹിനി കവചം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ശരിയായ നല്ല രീതിയിലുള്ള ഒരു നല്ല വിവാഹം ഉണ്ടാവും. അവരുടെ ആകർഷണശക്തി, പേഴ്സണൽ എന്താ പറയുക, മാഗ്നറ്റിസം പ്രവർത്തിപ്പിക്കും. അതുപോലെ അവർക്ക് ജീവിതത്തിൽ വലിയ എക്സലൻസ് ഉണ്ടാക്കാൻ പറ്റും. സെലിബ്രിറ്റീസിൻ്റെ രുദ്രാക്ഷമായിട്ടാണ് 13 മുഖ രുദ്രാക്ഷത്തിനെ മെയിനായിട്ട് പറയണേ. ആ 13 മുഖ രുദ്രാക്ഷം ബേസ് ചെയ്തുകൊണ്ടാണ് മോഹിനി ബന്ധം വരണത്, മോഹിനി കവചം വരണത്. അതിൽ 3 ഉണ്ടാവും. അതിന് തന്നെ നമുക്ക് മാർക്കറ്റിങ്ങിൽ ഉള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്, സിനിമാ നടന്മാർ പോലുള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്, വലിയ പ്രാസംഗികന്മാർ പോലുള്ള ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാതരം സെലിബ്രിറ്റി ആളുകളും ഉപയോഗിക്കുന്നത് 13 മുഖ രുദ്രാക്ഷമാണ്. അവർക്ക് അവർ വിചാരിച്ച പോലത്തെ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് അവരെ സഹായിക്കും. അതേപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കാനാണെങ്കിലോ, ആരോഗ്യത്തിന് 12 മുഖ രുദ്രാക്ഷത്തിൽ ബേസ് ചെയ്തുകൊണ്ട് കർമ്മകവചം ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി ഹൈ ലെവലിൽ നമുക്ക് കോമ്പറ്റീറ്റർ ഉണ്ട്, വലിയൊരു കോമ്പറ്റീഷൻ, അങ്ങനത്തെ ഒരു ബിസിനസ്സാണ് ചെയ്യണത്. ആ കോമ്പറ്റീറ്ററെ നമുക്ക് വിജയിക്കണം. നമുക്ക് പലതരത്തിലുള്ള ജലസ് വന്നിട്ട് മറ്റു ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ശത്രുത്വം വരണം, നമ്മൾ താഴെ പോകണം. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് 16 മുഖ രുദ്രാക്ഷത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പോവാം. അങ്ങനത്തെ ഒരു കവചം ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ വ്യക്തി, ഇതാണ് ബേസ്, അതിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ ബാക്കി കാര്യങ്ങളും കൂടി നോക്കിയിട്ട് നമുക്കൊരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള കവചങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സാറ് റേക്കി ഹീലറും കൂടെ ആയതുകൊണ്ട് ഇപ്പം ഈ രുദ്രാക്ഷം കൊടുക്കുമ്പോൾ അതിനൊന്ന് എനർജൈസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അതോ അല്ലാത്ത തന്നെ ഈ പറഞ്ഞ രുദ്രാക്ഷത്തിന് ആ ഒരു ഡിവിനിറ്റി ഉള്ളതുകൊണ്ട്, ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലയോ? അങ്ങനെ ചെയ്യണം. അത് നമുക്ക് ശാസ്ത്രങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണോ രുദ്രാക്ഷം ധരിക്കുന്നത് അയാളുടെ ഇഷ്ടദേവതയെ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് വേണം രുദ്രാക്ഷം കൊടുക്കാനെന്ന് ശാസ്ത്ര നിയമം. അതിനെ നമുക്ക് അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥത്തെ തന്നെ എടുക്കാതെ നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ, ഈ ആളിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളുടെ ക്ലയൻ്റായിട്ട് വന്നേക്കണ ആളിനെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടാണ് അയാൾക്കൊരു നിർദ്ദേശം കൊടുക്കുന്നത്. അവരുടെ എനർജി ലെവൽ നോക്കും, അവരോട് കുറച്ച് വർത്തമാനം പറയും, അവർക്ക് കുറച്ച് വിവരങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങൾ അവരോട് ചോദിച്ചിട്ട് അവർക്കത് ടാലി ആവുണ്ടോയെന്ന് നോക്കും. ഏകപക്ഷീയമായിട്ട് നമ്മൾ അങ്ങോട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം, അവരുടെ എനർജി നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അതറിഞ്ഞിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു നമ്മൾ കണ്ടുപിടിക്കുന്ന കോമ്പിനേഷൻ അവർക്ക് അപ്പോൾ കറക്റ്റാണ്.
അപ്പോൾ ആ കോമ്പിനേഷൻ കൊടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഇവരുടെ പ്രശ്നങ്ങൾ ഇതാണ്. അതെ അതെ. ഈ പ്രശ്നങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട്, അത് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടൊരു സങ്കല്പവും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്കെല്ലാം അറിയുള്ളൂ അത്. അപ്പോൾ നമ്മൾ ആ സങ്കല്പം ചെയ്യും, ഇത് മാറാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കോമ്പിനേഷൻ കറക്റ്റാണെന്ന് മനസ്സിലാക്കണം, ആ കോമ്പിനേഷൻ ഇവർക്ക് ഇന്നെ പോലെ നിന്ന് പ്രവർത്തിക്കണം എന്ന് നമുക്കൊരു സങ്കല്പം ചെയ്ത് നമുക്ക്. ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മാലയായിട്ട് തീർത്തോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണോ? ബ്രേസ്ലെറ്റ് പരമാവധി ഉണ്ടാവാറില്ല, അത് കയ്യിൽ നമുക്ക് ധരിക്കാൻ ഈസി അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ നെല്ലിക്കയുടെ വലിപ്പമുള്ള രുദ്രാക്ഷല്ലേ കൊടുക്കണേ, പരമാവധി വലിപ്പമുള്ള രുദ്രാക്ഷം കൊടുക്കുമ്പോഴാണല്ലോ അതിൽ മാക്സിമം പവർ കിട്ടുക. അപ്പോൾ ആ സമയത്ത് അത് കയ്യിൽ ധരിക്കുന്നത് അത്ര ഈസി ആവില്ല. അതുകൊണ്ട് പരമാവധി അല്ലെങ്കിൽ നമ്മൾ ബാഗിലോ എവിടെയെങ്കിലും നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വെച്ചിരുന്നാൽ മതിയാവും. അവർക്ക് എപ്പോഴെങ്കിലും ധരിക്കാൻ പറ്റാതെ വന്നാൽ ധരിക്കണതാണ് നല്ലതെന്ന് നമ്മൾ പറയണേ. ധരിക്കാൻ പറ്റാതെ വന്നാൽ അവർക്ക് അത് ഒരു ബാഗിൽ വെക്കുന്നതും ആ സെയിം പവറൊക്കെ തന്നെ കിട്ടും. കാരണം നമ്മളോട് അടുത്തിരിക്കല്ലേ. ഇപ്പോൾ കട്ടിലിൽ ഊരി വെച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. കട്ടിലുമേ തന്നെ വെച്ചോളൂ, നിങ്ങൾ വേറെ എവിടെയും കൊണ്ട് വെച്ചോളണമെന്നില്ല. പൂജാമുറിയിൽ വെച്ചിട്ട് നിങ്ങൾ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നുറങ്ങണമെന്നില്ല. ഇതിലേക്ക് ടച്ച് ചെയ്ത് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. എപ്പോഴാണ് നല്ലത്, ഇതിൻ്റെ എനർജി ഫീൽഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടായാൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ സങ്കല്പം ചെയ്ത് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഓരോരുത്തരുടെയും പ്രശ്ന പരിഹാരം സങ്കല്പിച്ചിട്ട് പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും കൊടുക്കണ്ടാവുക. അതുപോലെ ഇപ്പം സാറൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഹീലേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ഈ ജ്യോതിഷം നോക്കുന്നവരും ഹീലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ധരിക്കാൻ പറ്റുന്ന രുദ്രാക്ഷ ഏതാണ്? ഇപ്പോൾ ഞാൻ ആദ്യം പറയാറുണ്ട്, നമ്മളിപ്പോൾ മിനിമം പരിപാടിയിൽ നമ്മുടെ ഈ ആളുകളുടെ ശരീരത്തിൽ തൊട്ടൊഴിയുന്ന ആളുകളില്ലേ, ഫിസിക്കലി മസാജ് ചെയ്യുന്ന ആളുകൾ, പഞ്ചകർമ്മയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും പല ശരീരങ്ങളിൽ നിന്നും അവർക്ക് എനർജി തിരിച്ചു വരുന്നുണ്ട്. ഇവർ പോയി ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഡോക്ടേഴ്സൊക്കെ ചികിത്സിക്കുന്നവരൊക്കെ ടച്ച് ചെയ്ത് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പം കുറിപ്പടി എഴുതി കൊടുത്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിക്കാൻ പറയുന്ന ആളുകൾക്ക് ഈ ഇഷ്യൂ ഇല്ല. പക്ഷെ വേറൊരുത്തൻ്റെ ശരീരത്തിൽ പോയി തൊടുകയും അവരെ മസാജ് ചെയ്യുകയും അവരുടെ വിഷമങ്ങളും വർത്തമാനം പറഞ്ഞ് നമ്മളിങ്ങോട്ട് കേട്ടിട്ട് നമുക്ക് ഫീലിംഗ് ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ തിരിച്ചടിയുണ്ട്. അപ്പോൾ അത് അവർ കുറേ ആളുകളൊന്നും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. സാധാരണ വേറൊരു ജോലിയും കിട്ടാത്തതുകൊണ്ട് പഠിച്ചവരും ഉണ്ടല്ലോ ഇതിൽ. പക്ഷേ ഇതിനെ ഒരു ഇഷ്ടം കൊണ്ട് പഠിക്കാൻ വന്ന ആളുകൾ ആ വിഷയത്തിൽ വരുമ്പോൾ അവർക്ക് ഇതുപോലത്തെ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ മസാജിങ്ങിനെ അല്ലെങ്കിൽ പഞ്ചകർമ്മയെ നോക്കി കാണുന്ന ആളുകൾ, അവർക്ക് അറിയാം ഇതിന് ഫീഡ്ബാക്ക് തിരിച്ചടിയുമുണ്ട്, റിട്ടേൺ എനർജി ഉണ്ട്. അപ്പോൾ അതിന് അവർ പ്രൊട്ടക്ഷൻ അവരുടെ രീതിയിൽ ചെയ്യണ്ടാവും. ഏറ്റവും എളുപ്പമുള്ളത് രുദ്രാക്ഷമാണ്. അവരാവശ്യത്തിന് രുദ്രാക്ഷം അതിൽ മിനിമം 6 മുഖമെങ്കിലും ധരിക്കണം. അവർ ഏറ്റവും പൈസ കുറഞ്ഞ ആൾക്കാർ 6 മുഖമെങ്കിലും ധരിക്കണം. നല്ലത് 10 മുഖമൊക്കെ ആയിരിക്കും. 11 മുഖവും നല്ലതാണ്. അവരുടെ കായിക ശേഷി വർദ്ധിക്കാനായിട്ട് അവർ ചെയ്യുമ്പോൾ മറ്റവർക്ക് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അവർ 11 മുഖം രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് അവർക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും. തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അവർ 10 മുഖം ധരിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായി. അതായത് പ്രൊട്ടക്ഷനാണ്, കവചമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, എനർജി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രുദ്രാക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഇപ്പോൾ ശിവഭഗവാനാണെങ്കിൽ പോലും അതൊരു സംരക്ഷണത്തിന് വേണ്ടി ധരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അല്ലേ, ആ ഒരു ദൈവികമായത് ഇത്രയും ലോകത്തെ നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം എന്തോരം നെഗറ്റീവ്സ് വന്നേക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് തലങ്ങൾ കാണും. അപ്പോൾ സാറ് റേക്കി ഹീലിംഗും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പം രുദ്രാക്ഷം അവർക്ക് നൽകുകയും അവർക്കത് പ്രയോജനപ്പെടുകയും ചെയ്യുന്നത്. തന്ത്രത്തിന്റെ വഴിയും ചെയ്യുന്നുണ്ട്. തന്ത്രത്തിന്റെ വഴിയിലുണ്ട് ആണല്ലേ. നമുക്കതെല്ലാം വേറെ വേറെ അല്ല.